ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ഭാഗമാണ്. അതായത് ഓൾറെഡി സ്ട്രക്ചേഴ്സിൻ്റെയും പോയിന്റേഴ്സിൻ്റെയും 2 വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അപ്ലോഡ് ചെയ്തത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിനുശേഷം ഈ മൂന്നാമത്തെ ഭാഗം പഠിക്കുക. ഓക്കെ. മെത്തേഡ്സ് ഓഫ് മെമ്മറി അലോക്കേഷൻ എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേരിയബിൾ ഡിക്ലറേഷൻ, ഇനിഷ്യലൈസ്, മെമ്മറി അലോക്കേഷൻ. അതായത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആ വേരിയബിൾ മെമ്മറിയിൽ സേവ് ചെയ്യുന്നതിന് ആവശ്യമായ മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദ റിക്വയർഡ് മെമ്മറി ഈസ് അലോക്കേറ്റഡ് വെൻ ദ പ്രോഗ്രാം ഈസ് ലോഡഡ് ഇൻ റാം. റാൻഡം ആക്സസ് മെമ്മറിയിൽ നമ്മുടെ പ്രോഗ്രാം ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ മെമ്മറി അവിടെ അലോക്കേറ്റ് ആവും. ആ പ്രോഗ്രാമിൻ്റെ ആവശ്യമായ മെമ്മറി അവിടെ അലോക്കേറ്റ് ആവും. ദ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം ബിഗിൻസ് ഓൺലി ആഫ്റ്റർ ദിസ് മെമ്മറി അലോക്കേഷൻ. മെമ്മറി അലോക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ തുടങ്ങുന്നത് തന്നെ. നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന വേരിയബിളിൻ്റെ സൈസ്, അതുപോലെ ടൈപ്സ് ഓഫ് ഏതൊക്കെ ഡാറ്റ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം അനുസരിച്ചാണ് അവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മെമ്മറി അലോക്കേഷൻ, അതായത് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷന് മുൻപ് തന്നെ മെമ്മറി അലോക്കേഷൻ നടത്തുന്ന മെത്തേഡ് ഓഫ് മെമ്മറി അലോക്കേഷന് പറയുന്ന പേരാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. ദ മെമ്മറി അലോക്കേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. അതായത് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷന് മുൻപ് തന്നെ മെമ്മറി അലോക്കേഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. അപ്പോൾ ഓൾറെഡി ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തു. സോ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ്റെ കേസിൽ അലോക്കേറ്റ് ചെയ്ത മെമ്മറി വീണ്ടും നമുക്ക് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? സ്റ്റാറ്റിക്, സ്ഥിരമായ, അതായത് ഓൾറെഡി സ്ഥിരമായ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിന് വീണ്ടും നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും സാധ്യമല്ല. അടുത്തത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. അതായത് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രോഗ്രാമിൻ്റെ റൺ ചെയ്യുന്ന സമയത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ എക്സിക്യൂഷൻ്റെ സമയത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡാണ് എന്ത്? ന്യൂ. അതുപോലെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറി നമുക്ക് ഫ്രീ ചെയ്യണം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡി അലോക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീവേഡാണ് ഡിലീറ്റ്. ദ ഓപ്പറേറ്റർ ന്യൂ ഈസ് എ കീവേഡ് ഇൻ C++ ആൻഡ് ഇറ്റ് ട്രിഗേഴ്സ് ദ അലോക്കേഷൻ ഓഫ് മെമ്മറി ഡ്യൂറിങ് റൺ ടൈം അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈമിൽ മെമ്മറി അലോക്കേഷന് വേണ്ടി C++ൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് എന്ത്? ന്യൂ. അതൊരു ന്യൂ. സോ അതിൻ്റെ സിൻടാക്സ് ഇതാണ്: പോയിന്റർ വേരിയബിൾ ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ്. അതായത് നമ്മൾ ഏത് പോയിന്റർ വേരിയബിളിലാക്കാണോ ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത്, ആ വേരിയബിൾ ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ദെൻ സെമിക്കോളൻ. ഇതാണ് ഡൈനാമിക് ഓപ്പറേറ്റേഴ്സ്, ന്യൂ ഉപയോഗിച്ചിട്ടുള്ള ഡൈനാമിക് ഓപ്പറേറ്ററിൻ്റെ സിൻടാക്സ്. അടുത്തത്, എ പോയിന്റർ വേരിയബിൾ ഈസ് യൂസ് ടു ഹോൾഡ് ദ അഡ്രസ് റിട്ടേൺ ബൈ ദ ന്യൂ ഓപ്പറേറ്റർ. സോ ഇതിൽ നമുക്കറിയാം ഈ പോയിന്റർ വേരിയബിൾ ഉപയോഗിക്കുന്നത് എന്തിനാ? ഈ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു അഡ്രസ്സ് റിട്ടേൺ ചെയ്യും. അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ പോയിന്റർ വേരിയബിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ഡിക്ലെയർഡ് ഏർലിയർ വിത്ത് ദ സെയിം ഡാറ്റ ടൈപ്പ് സ്പെസിഫൈഡ് ആഫ്റ്റർ ന്യൂ ഓപ്പറേറ്റർ. അപ്പോൾ നമുക്കറിയാം, അതുകൊണ്ട് തന്നെ ഈ പോയിന്റർ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ ന്യൂ കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കണം. അതുപോലെ ഈ പോയിന്റർ വേരിയബിളും മുന്നേ തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കണം. സോ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഷോർട്ട് സ്റ്റാർ SI പോയിന്റർ SIPTR, ദെൻ ഫ്ലോട്ട് സ്റ്റാർ FLPTR. അപ്പോൾ ഇവിടെ ഷോർട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റർ വേരിയബിളും നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടാണ്. സ്ട്രക്ചർ, ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, സ്ട്രക്ട് കോംപ്ലക്സ് സ്റ്റാർ CXPTR. സോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യുകയാണ്. ഈ പറയുന്ന പോയിന്റേഴ്സിലെല്ലാം ഡൈനാമിക്കലി ഈ പോയിന്റേഴ്സ് എല്ലാം മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയാണ്. സോ SI പോയിന്റർ വേരിയബിൾ ഈക്വൽ ടു ന്യൂ കോമ ഡാറ്റ ടൈപ്പ്. സോ SIPTR എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഷോർട്ട്. അപ്പോൾ ന്യൂ സ്പേസ് ഷോർട്ട് സെമിക്കോളൻ. ദെൻ FLPTR ഈക്വൽ ടു ന്യൂ സ്പേസ് ഫ്ലോട്ട്. അതായത് FLPTR എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടാണ്. അപ്പോൾ ന്യൂ സ്പേസ് ഫ്ലോട്ട്. അതുപോലെ കോംപ്ലക്സ് വേരിയബിൾ നമ്മൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു, CXPTR ഈക്വൽ ടു ന്യൂ കോംപ്ലക്സ്. അതൊരു കോംപ്ലക്സ് നമ്പറാണ്. ഇനി ഇപ്പോൾ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്തു. മെമ്മറി അലോക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഇവിടെ ഈ പിക്ചർ വൈസായി കാണിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം SIPTR എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഡാറ്റ ടൈപ്പാണ്. ഷോർട്ട് ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടി വരുന്നത് 2 bytes ഓഫ് മെമ്മറിയാണ്. അപ്പോൾ അതിന് വേണ്ടി 2 byte മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്തു. അതുപോലെ FLPTR എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ ആണ്. അതുകൊണ്ട് 4 bytes ഓഫ് മെമ്മറി ഇതിന് അലോക്കേറ്റ് ചെയ്തു. CXPTR എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറാണ്. കോംപ്ലക്സ് നമ്പറിൽ റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ
ആദ്യത്തെ 2 ബൈറ്റ് ഓഫ് മെമ്മറി റിയൽ പാർട്ട് സേവ് ചെയ്യാനായിട്ട് അലോക്കേറ്റ് ചെയ്തു. അതുപോലെ അടുത്ത 2 ബൈറ്റ് എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് സേവ് ചെയ്യാനായിട്ടും അലോക്കേറ്റ് ചെയ്തു. സോ ക്ലിയർ ആയല്ലോ. ഇനി ഇപ്പോൾ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്തു. ഇനി ഈ പറയുന്ന പോയിന്റേഴ്സിലേക്ക് എങ്ങനെയാണ് വാല്യൂസ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാല്യൂസ് എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുന്നത് എന്നാണ് താഴെ പറയുന്നത്. നമുക്കറിയാം ഇതെല്ലാം പോയിന്റർ വേരിയബിൾസ് ആണ്. അപ്പോൾ പോയിന്റർ വേരിയബിൾ ആയതുകൊണ്ട് തന്നെ വാല്യൂസ് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് അല്ലേ. സ്റ്റാർ SIPTR = 247. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, SIPTR എന്ന് പറയുന്ന പോയിന്ററിൻ്റെ വാല്യൂ പോയിന്റർ പോയിന്റ് ചെയ്യുന്ന വാല്യൂ ആണ് 247. അതുപോലെ FLPTRലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് CN*FLPTR. സോ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് നോക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ പോയിന്റേഴ്സിലേക്ക് എങ്ങനെയാണ് വാല്യൂസ് എടുക്കുന്നതെന്ന് സെക്കൻഡ് പാർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണുക. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ വാല്യൂസും ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. സോ അതെങ്ങനെയാണെന്നാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിൻ്റെ സിൻറ്റാക്സ് ഇതാണ്: പോയിന്റർ വേരിയബിൾ ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ് ഓഫ് വാല്യൂ. അതായത് ആ പോയിന്റർ വേരിയബിളിലേക്ക് ഡയറക്റ്റ് വാല്യൂ കൊടുക്കുന്ന സിൻറ്റാക്സ് ആണ്. ഫോർ എക്സാമ്പിൾ SIPTR = ന്യൂ ഷോർട്ട് ഓഫ് 0. ഇപ്പോൾ 0 എന്ന വാല്യൂ ഡയറക്റ്റ്ലി നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ FLPTR = ന്യൂ ഫ്ലോട്ട് ഓഫ് 3.14. അതായത് ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്ന വാല്യൂ ഡയറക്റ്റ്ലി പോയിന്ററിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു മെത്തേഡിലും നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് ഇനിഷ്യലൈസ് ചെയ്യാം. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ്റെ കേസിൽ നമ്മൾ ഒരിക്കൽ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് അലോക്കേറ്റ് ചെയ്ത മെമ്മറി പ്രോഗ്രാം എക്സിറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ ഡി അലോക്കേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കീവേഡാണിത് ഡിലീറ്റ്. അപ്പോൾ നമുക്കിവിടെ 3 പോയിന്റേഴ്സാണ് നമ്മൾ ഉപയോഗിച്ചത്: SIPTR, FLPTR, CXPTR. അപ്പോൾ നമ്മൾ പ്രോഗ്രാം കഴിയുന്നതിന് മുൻപ് തന്നെ അത് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സിൻറ്റാക്സ് ഉപയോഗിക്കുന്നത്: ഡിലീറ്റ് SIPTR, ഡിലീറ്റ് FLPTR, CXPTR. ഈ ഒരു മെത്തേഡിലും ചെയ്യാം. കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തും നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറി നമുക്ക് ഡി അലോക്കേറ്റ് ചെയ്യാം. അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറഞ്ഞ കീവേഡിൻ്റെ ഒപ്പം നിങ്ങൾ ഏതൊക്കെ വേരിയബിൾ ആണോ ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്തത് ആ വേരിയബിൾസ് എല്ലാം എഴുതുക. ക്ലിയർ ആയല്ലോ. ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഫംഗ്ഷൻ എഴുതി. മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് 2 പോയിന്റർ വേരിയബിൾസ് നമ്മൾ ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്തു. int*pointer1 = ന്യൂ int*pointer2 = ന്യൂ int. സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു അറേ പോയിന്റർ ആണ് അല്ലേ. ഇപ്പോൾ നമ്മൾ അലോക്കേറ്റ് ചെയ്തു ന്യൂ ഉപയോഗിച്ച്. പ്രോഗ്രാം കഴിയുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ വേരിയബിൾസ് ഡി അലോക്കേറ്റ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്തു, ഡിലീറ്റ് pointer1 എന്ന് പറയുന്ന വേരിയബിൾ ഡിലീറ്റ് ചെയ്തു. അതുപോലെ ഡിലീറ്റ് array pointer2 എന്ന് പറയുന്ന വേരിയബിൾ നമ്മളിവിടെ ഡിലീറ്റ് ചെയ്തു. അടുത്തത് മെമ്മറി ലീക്ക്. If the memory allocated using new operator is not freed using delete, that memory is said to be an orphan memory block. That is, a block of memory that is left unused but not released for further allocation. അതായത് ഇപ്പോൾ നമ്മൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്തു. പക്ഷേ ഈ അലോക്കേറ്റ് ചെയ്ത മെമ്മറി നമ്മൾ ഡിലീറ്റ് ഉപയോഗിച്ച് ഫ്രീ ചെയ്തില്ല, അല്ലെങ്കിൽ ഡി അലോക്കേറ്റ് ചെയ്തില്ല. സോ അങ്ങനെയുള്ള കേസസിൽ ഒത്തിരി മെമ്മറി അവിടെ എന്ത് ചെയ്യും, ഉപയോഗിക്കാതെ വരും, അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് മെമ്മറി ബ്ലോക്ക് അവിടെ വരും. സോ അങ്ങനെയുള്ള മെമ്മറി ബ്ലോക്കിനെ പറയുന്ന പേരാണെന്ത്, ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക്. അറിയാം, ഇപ്പോൾ ഉപയോഗിക്കാത്ത ഒരു മെമ്മറി ബ്ലോക്ക് അവിടെയുണ്ട്. ഓരോ തവണ നിങ്ങൾ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും എന്താ സംഭവിക്കുന്നത്, ഓരോ പ്രാവശ്യം ഈ ഓഫൺ മെമ്മറി ബ്ലോക്കിൻ്റെ സൈസ് ഇൻക്രീസ് ആവും. ക്ലിയർ ആയോ? അതായത് ഇപ്പോൾ നിങ്ങൾ ഡിലീറ്റ് ഉപയോഗിച്ചില്ല, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു പ്രാവശ്യം നിങ്ങൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്തത് അവർ ഡി അലോക്കേറ്റ് ചെയ്തിട്ടില്ലല്ലോ. വീണ്ടും നിങ്ങൾ ആ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്താ ചെയ്യുന്നത്, വീണ്ടും സൈറ്റ് ഓഫ് മെമ്മറി അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾ ഡിലീറ്റ് ഉപയോഗിക്കാത്ത കേസസിൽ ഓരോ പ്രാവശ്യം ആ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്തും ഓർഫൺ മെമ്മറി ബ്ലോക്കിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് വരികയാണ് സംഭവിക്കുന്നത്. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തും നമ്മുടെ മെമ്മറിയുടെ ഒരു ഭാഗം അവിടെ കാണാതാവും. കാരണം എന്താ, ഒരു ഭാഗം അവിടെ ഉപയോഗിക്കാതെ വീണ്ടും ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെമ്മറി കൺസ്യൂം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത മെമ്മറി അവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ അങ്ങനെയുള്ള സിറ്റുവേഷനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, മെമ്മറി ലീക്ക്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഫൺ മെമ്മറി ബ്ലോക്കും മെമ്മറി ലീക്ക്, അതായത് ഉപയോഗിക്കാതെ വരുന്ന ലെഫ്റ്റ് അൺയൂസ്ഡ് ആയിട്ടുള്ള മെമ്മറി ബ്ലോക്കിനെയാണ്
ഓർഫൻ മെമ്മറി ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഈ നമ്മൾ ഓരോ പ്രാവശ്യം പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്തും കുറച്ച് മെമ്മറി അവിടെ ഡിസപ്പിയർ ആവുന്നുണ്ട്, അല്ലെങ്കിൽ കാണാതാവുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ലാതെ മെമ്മറി അവിടെ കൺസ്യൂം ഇല്ലാതെ, നമുക്ക് ആവശ്യമില്ലാത്തൊരു മെമ്മറി അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ അതിന് പറയുന്ന സിറ്റുവേഷന് പറയുന്ന പേരാണ് മെമ്മറി ലീക്ക്. A part of memory seems to disappear on every run of the program, and eventually the amount of memory is consumed has an unfavorable effect. This situation is known as memory leak. സോ ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താഴെ പറയുന്നതാണ് മെമ്മറി ലീക്ക് ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ഫോർഗെറ്റിംഗ് ടു ഡിലീറ്റ് ദ മെമ്മറി ദാറ്റ് ഹാസ് ബീൻ അലോക്കേറ്റഡ് ഡൈനാമിക്കലി. അതായത് നമ്മൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്ത മെമ്മറി നമ്മൾ ഡിലീറ്റ് ഉപയോഗിച്ച് ഡി അലോക്കേറ്റ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെയുള്ള കേസിൽ ഈ മെമ്മറി ലീക്ക് വരും. അതുപോലെ ഫെയിലിംഗ് ടു എക്സിക്യൂട്ട് ദ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു പുവർ ലോജിക് ഓഫ് ദി പ്രോഗ്രാം കോഡ്. ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി, പക്ഷേ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ മറന്നുപോയി. ആ ഒരു കേസിൽ മെമ്മറിയിലേക്ക് സംഭവിക്കാം. ദെൻ അസൈനിങ് ദ അഡ്രസ് റിട്ടേൺ ബൈ ന്യൂ ഓപ്പറേറ്റർ ടു എ പോയിന്റർ ദാറ്റ് വാസ് ഓൾറെഡി പോയിൻറ്റിങ് ടു ആൻ അലോക്കേറ്റഡ് ഒബ്ജക്റ്റ്. അതായത് ഓൾറെഡി ഒരു അലോക്കേറ്റഡ് ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന സെയിം പോയിന്ററിലേക്ക് വീണ്ടും നിങ്ങൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു അഡ്രസ്സ് റിട്ടേൺ ചെയ്യുകയാണെങ്കിലും എന്ത് സംഭവിക്കും? മെമ്മറി ലീക്ക് അവിടെ സംഭവിക്കും. ഇനി എന്തൊക്കെയാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും അതുപോലെ ഡൈനാമിക് മെമ്മറി അലോക്കേഷനും തമ്മിലുള്ള ഡിഫറൻസസ്, അതാണ് ഈ ടേബിളിൽ പറയാൻ പോകുന്നത്. സ്റ്റാറ്റിക് ടേക്സ് പ്ലേസ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ മുൻപ് തന്നെ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ബിഗിൻ ചെയ്യുന്നു. മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. റൺ ടൈമിലാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. ന്യൂ ഓപ്പറേറ്റർ ഈസ് നോട്ട് റിക്വയർഡ്. സ്റ്റാറ്റിക്കിൽ ന്യൂ ഓപ്പറേറ്ററിൻ്റെ ആവശ്യമില്ല. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ന്യൂ ഓപ്പറേറ്റർ ഈസ് റിക്വയർഡ്. ദെൻ വേരിയബിൾസ് റിമെയിൻ പെർമനൻ്റ്ലി അലോക്കേറ്റഡ്. നമുക്കറിയാം സ്റ്റാറ്റിക്കിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി ആ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ആ ഡിക്ലെയർ ചെയ്ത വേരിയബിൾസും എല്ലാം പെർമനൻ്റ്ലി അലോക്കേറ്റഡ് ആയതാണ്, സ്ഥിരമായിട്ട് അവിടെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ദെൻ ഇവിടെയാണെങ്കിലോ അലോക്കേറ്റഡ് ഓൺലി വെൻ ദ പ്രോഗ്രാം യൂണിറ്റ് ഈസ് ആക്റ്റീവ്. നമ്മൾ പ്രോഗ്രാം എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്, എപ്പോഴാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ സമയത്ത് മാത്രമേ അത് മെമ്മറി അലോക്കേറ്റ് ആവുന്നുള്ളൂ. മെമ്മറി കനോട്ട് ബി റീയൂസ് വെൻ ഇറ്റ് ഈസ് നോ ലോങ്ങർ നീഡഡ്. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് മെമ്മറിയുടെ റീയൂസ് ചെയ്യാൻ കഴിയില്ല അല്ലേ. എപ്പോഴും ക്രിയേറ്റ് ചെയ്ത മെമ്മറി പെർമനൻ്റ് ആണ്, പക്ഷെ അതിനെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനിൽ കഴിയില്ല. ഇവിടെയാണെങ്കിലോ മെമ്മറി ക്യാൻ ബി ഫ്രീഡ് വെൻ ഇറ്റ് ഈസ് നോ ലോങ്ങർ നീഡഡ് ആൻഡ് റീയൂസ് ഓർ റീ അലോക്കേറ്റ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് മെമ്മറി നമുക്ക് ഫ്രീ ചെയ്യാം, അതായത് ഡി അലോക്കേറ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെമ്മറി നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ആ മെമ്മറി വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാം, റീ അലോക്കേറ്റ് ചെയ്യാം. ഇതെല്ലാം ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. ദെൻ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ഫാസ്റ്റർ എക്സിക്യൂഷൻ. സ്റ്റാറ്റിക്കിലാണെങ്കിൽ ഫാസ്റ്റർ എക്സിക്യൂഷൻ ആണ് കമ്പയർഡ് ടു ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. പക്ഷേ ഡൈനാമിക് ആണെങ്കിലോ സ്ലോവർ എക്സിക്യൂഷൻ ദാൻ സ്റ്റാറ്റിക്. ഇവിടെയാണെങ്കിൽ ഫോർ ദ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ നോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നീഡഡ് ഫോർ ഡി അലോക്കേഷൻ. ഡി അലോക്കേഷന് വേണ്ടി ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, കാരണം ഡി അലോക്കേഷൻ അവിടെ നടക്കുന്നില്ല. പക്ഷേ ഡൈനാമിക് മെമ്മറിയിലാണെങ്കിലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നീഡഡ് ഫോർ ഡി അലോക്കേഷൻ. ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഡിലീറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഡി അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. പ്ലീസ് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്